പ്രഗതി 2026. ഒരു ചെറിയ സഹായം ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റം സൃഷ്ടിക്കാനാകുമെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. ഒരു നോട്ട് പുസ്തകം, ഒരു പേന, ഒരു കളറിംഗ് ബുക്ക്, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന വാക്ക്, ഇവയിൽ ഓരോന്നും ഒരു കുട്ടിയുടെ പഠനയാത്രയിൽ വലിയ പ്രതീക്ഷയായി മാറാം. അത്തരം പ്രതീക്ഷകൾ കൈമാറുന്നൊരു മനോഹരമായ യാത്രയാണ് പ്രഗതി 2026. MES കോളേജ് മാറമ്പള്ളി ഓട്ടോണമസ് സാമൂഹിക പ്രതിബദ്ധതയോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി വിദ്യാഭ്യാസ സഹായം നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കുട്ടിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശം നൽകുന്ന ഒരു കൂട്ടായ ശ്രമമാണിത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ജൂലൈ 6 രാവിലെ 11 മണിക്ക് വാഴക്കുളം UP സ്കൂളിൽ വെച്ച് പ്രാർത്ഥനയോടെ പ്രഗതി 2026 ആരംഭിച്ചു. കോർഡിനേറ്റർ ഡോക്ടർ ഷീബ KH ഏവരെയും സ്വാഗതം ചെയ്തു. തുടർന്ന് MES കോളേജ് മാറമ്പള്ളി ഓട്ടോണമസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ മൻസൂർ അലി PP അധ്യക്ഷനായി ചടങ്ങിന് നേതൃത്വം നൽകി. വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരദ K ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സക്കീർ ഹുസൈനും സെക്രട്ടറി ശ്രീ MM അഷ്റഫും വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി. ജോയിന്റ് കോർഡിനേറ്റർ ശ്രീമതി റംല ഇസ്മായിൽ പ്രഗതി 2026 പദ്ധതിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വിശദമായി പരിചയപ്പെടുത്തി. വാർഡ് മെമ്പർമാരായ ശ്രീമതി നിസമോൾ, ശ്രീ കബീർ MA, NIVHSS മാറമ്പള്ളി ഹെഡ് മിസ്ട്രസ് ശ്രീമതി റഫീഖ BV എന്നിവർ ആശംസകൾ നേർന്നു. അവസാനമായി വാഴക്കുളം UP സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ശ്രീമതി സബീന നന്ദി രേഖപ്പെടുത്തി. പക്ഷേ ഈ പരിപാടിയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പ്രസംഗങ്ങളിൽ മാത്രമായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിലായിരുന്നു. കയ്യിൽ പഠനോപകരണങ്ങൾ കിട്ടിയപ്പോൾ വിരിഞ്ഞ പുഞ്ചിരികളിലായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ തെളിഞ്ഞ കൗതുകത്തിലായിരുന്നു. ഈ വർഷത്തെ പ്രഗതി 2026 പദ്ധതിയുടെ ഭാഗമായി വാഴക്കുളം UP സ്കൂളിലെ 306 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അതിനൊപ്പം NIVHSS മാറമ്പള്ളിയിലെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ കൈമാറി. മാറമ്പള്ളി വാർഡ് 1 അങ്കണവാടി കുഞ്ഞുങ്ങൾക്ക് ക്രയോൺ സെറ്റുകളും കളറിംഗ് ബുക്കുകളും നൽകി. ഒരു പുസ്തകം നൽകുമ്പോൾ അത് വെറും പേപ്പറുകൾ നൽകുന്നതല്ല. ഒരു പേന കൈമാറുമ്പോൾ അത് വെറും മഷി നൽകുന്നതുമല്ല. അവയ്ക്കൊപ്പം ഒരു വിശ്വാസവും കൈമാറപ്പെടുന്നു. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ വളരണം, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം എന്നുള്ള സമൂഹത്തിന്റെ പിന്തുണയാണ് ഓരോ പഠനോപകരണത്തിനും പിന്നിൽ. ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത വിദ്യാഭ്യാസ സ്ഥാപനവും സമൂഹവും കൈകോർക്കുമ്പോൾ എത്ര മനോഹരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് തെളിയിച്ചതാണ്. ഒരു കോളേജ്, ഒരു സ്കൂൾ, ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചപ്പോൾ വിദ്യാഭ്യാസത്തിന് ലഭിച്ചത് പുതിയൊരു കരുത്തായിരുന്നു. ഈ മനോഹരമായ സംരംഭത്തിന്റെ വിജയത്തിനായി വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ ഫാത്തിമ നഷ്വ, ഹാദിയ ഹാരിസ്, മുഹമ്മദ് ഇർഫാൻ PS എന്നിവർ ആത്മാർത്ഥമായ നേതൃത്വം നൽകി. അവർക്കൊപ്പം പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും, ജനപ്രതിനിധികൾക്കും, രക്ഷിതാക്കൾക്കും, സന്നദ്ധ പ്രവർത്തകർക്കും ഈ വിജയത്തിൽ തുല്യ പങ്കുണ്ട്. കാരണം ഒരു പരിപാടിയുടെ വിജയം വേദിയിലുള്ള നിമിഷങ്ങളിൽ മാത്രം അളക്കാനാവില്ല. അതിൻ്റെ യഥാർത്ഥ വിജയം ഒരു കുട്ടി പുതു മനസ്സോടെ പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥിയുടെ മുന്നേറ്റത്തിൽ അഭിമാനം തോന്നുമ്പോൾ, ഒരു സമൂഹം വിദ്യാഭ്യാസത്തെ സ്വന്തം ഉത്തരവാദിത്തമായി കാണുമ്പോഴാണ്. പ്രഗതി 2026 അത്തരമൊരു സന്ദേശമാണ് പങ്കുവെക്കുന്നത്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ അവകാശം മാത്രമല്ല, സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തവുമാണ്. ഇന്ന് കൈമാറിയ ഓരോ പഠനോപകരണവും നാളെയുടെ ഒരു ഡോക്ടറിലേക്കോ, ഒരു അധ്യാപകനിലേക്കോ, ഒരു ശാസ്ത്രജ്ഞനിലേക്കോ, ഒരു സംരംഭകനിലേക്കോ, അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനിലേക്കോ ഉള്ള ചെറിയ ചുവടുവെപ്പായിരിക്കാം. കാരണം വലിയ മാറ്റങ്ങൾ പലപ്പോഴും ആരംഭിക്കുന്നത് ചെറിയ പ്രവൃത്തികളിലൂടെയാണ്. അങ്ങനെ പ്രതീക്ഷ കൈമാറി പഠനത്തിന് കരുത്തു നൽകി സമൂഹത്തിന് മാതൃകയായി മുന്നേറുകയാണ് പ്രഗതി 2026. പഠനത്തിനൊപ്പം പ്രതീക്ഷയും സ്വപ്നങ്ങളും
ഭാവിയും കൈമാറുന്ന ഒരു മനോഹരമായ യാത്ര.